ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈദുൽ ഫിത്തർ നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിൻ്റെ വിശേഷങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പണിയൊക്കെ വർക്കൊക്കെ തുടരുവാണ്. അപ്പോൾ ചേട്ടന്മാരെ തന്നെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഹാങ്ങിങ് ഓർക്കിഡ്സും പ്ലാന്റ്സും എല്ലാം ഒരുപാട് അലങ്കോലമായിട്ടായിരുന്നു ഇരുന്നത്. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വാരിപ്പറക്കി വെച്ചതുപോലെയാണ് ഇരുന്നത്. പക്ഷെ അവരതെല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ തെറ്റിയാണെങ്കിൽ വളർന്ന് കുറച്ച് പൊങ്ങി കുറച്ച് താഴ്ന്നാണ് നിന്നത്. അതിനില്ല, അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരേ സൈസിൽ നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അവർ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. റോഡെന്ന് പറഞ്ഞാൽ നമുക്കൊരു പണി തന്ന റോഡാണ്. അപ്പോൾ എങ്കിലും നമ്മൾ ആ പണിയൊക്കെ മാറ്റി അവിടെ ഒരു ഗ്രാസൊക്കെ സെറ്റ് ചെയ്തു, ഫുൾ സൂപ്പറാക്കി നമ്മൾ മാറ്റി. അപ്പം ഇന്ന് ഫുള്ള് അതിൻ്റെ ഒരു ആകാംക്ഷയായിരുന്നു. അതായത് ലാസ്റ്റ് ഫൈനൽ ഔട്ട്ഫിറ്റ് കാണുന്നത് വരെ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവർ ചെയ്യുന്ന വർക്കെല്ലാം സൂപ്പറായിട്ടും നീറ്റായിട്ടുമാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ ആത്മീയ വീടിൻ്റെ ഫുൾ ഔട്ട് ഓഫ് ലുക്ക് തന്നെ ഈ ഗാർഡൻ വന്നപ്പോഴത്തേക്കും ഫുള്ളായിട്ട് മാറിപ്പോയി. അത്രയ്ക്ക് ഒരു സൂപ്പറായിട്ടുള്ളൊരു ഗാർഡനാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഗാർഡനിൽ നടപ്പാതയായിട്ട് ഒരു കല്ലൊക്കെ വെച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് തന്നെ സൂപ്പറായിട്ട് വെട്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് അവരൊരു വേലി പോലെയൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ആമ്പൽ കുളം കിട്ടി. പിന്നെ നമ്മുടെ സൈഡിലിരുന്ന ചെടികളെല്ലാം ഒരുപാട് വളർന്ന് പന്തലിച്ച് ഒരു നീറ്റില്ലാതെയായിരുന്നു നിന്നത്. അവർ ആ സൈഡിലുള്ള ചെടികളെല്ലാം നീറ്റായിട്ട് സൈസ് ഓർഡറിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് ഒരു സൂപ്പറാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവർ തന്നെ നമ്മുടെ ഗാർഡൻ്റെ കുറേ ഭാഗം ഫുള്ളായിട്ട് ക്ലീനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗാർഡൻ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഫുള്ളായിട്ട് എല്ലാം കൂടെ മിക്സായിട്ടായിരുന്നു നിന്നത്. വലിയ ചെടികളും ചെറിയ ചെടികളും എല്ലാം കൂടെ മിക്സായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വലിയ ചെടികളെയൊക്കെ ബാരലാക്കി മാറ്റി. കാര്യം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് അധികം സ്ഥലമില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കി പ്ലാന്റ്സിനെ ഫുള്ള് ബാരലിലാക്കി ഞങ്ങൾ മാറ്റി. അതായത് ഞങ്ങൾക്കൊരു റംബൂട്ടാൻ ഉണ്ടായിരുന്നു, അപ്പാപ്പം കൊണ്ടുവന്നൊരു ജാമ്പ ഉണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, പ്ലാവുണ്ടായിരുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം അവർ നല്ല കൃത്യമായിട്ട് ബാരലിലാക്കി നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ ബാക്ക് വശമൊക്കെ ക്ലീൻ ചെയ്തു. അവർ തന്നെ ഫുള്ളായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ഗാർഡനും ഈ ബാരലും എല്ലാം വന്നതോടെ നമ്മുടെ വീടിനെ വേറെ ലെവൽ ആയതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗാർഡൻ ഇത്ര സൂപ്പറായിട്ട് സെറ്റ് ചെയ്തെന്ന മാമൻ്റെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നൈറ്റിൽ നമ്മുടെ വീട്ടിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുള്ള ഈ ഗാർഡൻ്റെ ഒരു വ്യൂവും സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങൾ അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അതും കാണുക. അപ്പോൾ ഇന്നത്തെ ഈദ് മുബാറക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.